വയനാട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ടാകും. വളരെ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ ചോദ്യം ചോദിച്ചു, എത്രയോ നല്ലവരും ഇതിനകത്ത് കാണുമല്ലോ, ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? കേദാർനാഥിൽ പോലും ബദ്രിനാഥിൽ പോലും ഒക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. ഇതിനെ ഉഗ്രകർമ്മം എന്ന് പറയും. ഉഗ്രകർമ്മം എന്ന് പറഞ്ഞാല് ഒരു മുറിയിൽ 10 പേരുണ്ട്. 9 പേരും പുകവലിക്കുന്നവരാ, ഒരാള് പുകവലിക്കത്തില്ല. 9 പേരും ഇങ്ങനെ പുകവലിക്കും, 10ാമത്തവൻ പുകവലിക്കില്ല. പക്ഷേ അവൻ അതിന്റെ ദോഷം ഉണ്ടാകുമോ ഇല്ലേ? ദോഷം ഉണ്ടാകോ ഇല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പുകവലിച്ചില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പുകവലിക്കുന്നവരുടെ നടുക്കുണ്ടെങ്കിൽ അതിന്റെ ദോഷം ഉണ്ടാകും. ഭൂമിയിൽ പാപങ്ങൾ വർദ്ധിക്കും തോറും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാക്കും. 1930, 40, 50, 60കളിലൊക്കെ ഒരു വെള്ളപ്പൊക്കം, നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ളപ്പൊക്കമോ ഒരു പ്രശ്നമോ വന്നാല് അത് കഴിഞ്ഞ് ഒരു 20, 25 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു ഭൂകമ്പമോ ഒരു വെള്ളപ്പൊക്കമോ ഇതൊക്കെ വരുന്നത്. ഇന്ന് ലോകത്ത് മാസാമാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. വയനാടിൽ മാത്രമല്ല, കേദാർനാഥിലും മണ്ണിടിച്ചലും ഇതൊക്കെ ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച നേപ്പാളിൽ ഇതുപോലെ വീണ് ഒരു 10, 40, 50 പേര് മരിച്ചു. വിയറ്റ്നാം, ഇന്തോനേഷ്യ ഇവിടെയെല്ലാം വെള്ളപ്പൊക്കം വന്ന് വീടുകൾ അടിച്ചുകൊണ്ട് പോയി. മാസം മാസം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഭൂമിയുടെ ഒരു കോണിൽ. പണ്ടൊരു ക്ഷാമം, ഒരു പട്ടിണി, ഒരു മഴയില്ലായ്മ അല്ലെങ്കിൽ വെള്ളം ഇതൊക്കെ വന്നാൽ പിന്നെ ഒരു 15, 20 കൊല്ലം കഴിഞ്ഞ് അടുത്ത ദുരന്തം വരുള്ളൂ. ഇപ്പൊ മാസം മാസം ദുരന്തം വരാണ്. എന്താണ്? ഉഗ്രകർമ്മം. എല്ലാവരും മത്സ്യമാംസാദികൾ കഴിക്കുന്നു, പാപങ്ങൾ ചെയ്യുന്നു. ഇത് കൂടുന്തോറും മാസം മാസം ഇത് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ അസാമിലും വെള്ളപ്പൊക്കമാണ്, നേപ്പാളിൽ ഇങ്ങനെ എത്രയോ ജനങ്ങൾ മരിക്കും. നമുക്കെല്ലാവർക്കും എല്ലാ വിധത്തിലുമുള്ള രക്ഷ എന്ന് പറഞ്ഞാല് ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലൊക്കെ അതിൽ ബാധിക്കപ്പെട്ട ആൾക്കാർക്ക് അമ്പലത്തിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി അത് ഭഗവാന് സമർപ്പിച്ചിട്ട് അതാണ് കൊണ്ടുപോയി ഈ ക്യാമ്പുകളിലൊക്കെ ഉള്ളവർക്ക് കൊടുക്കുന്നത്. അത് ക്യാമ്പിലുള്ളവർക്ക് കൊടുക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും അത് ആലോചിച്ച് ചിരി വരും. ആ ക്യാമ്പിൽ വീട് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ടപ്പാടിൽ വന്നവരാ അവര് നമ്മളടുത്ത് ചോദിക്കും, ബിരിയാണി ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ആ സമയത്ത് അപ്പുറത്ത് ആരെങ്കിലും കോഴി ബിരിയാണി, മുട്ട ബിരിയാണി കൊടുക്കുമ്പോൾ നമ്മുടെ സാമ്പാറും ചോറും ഇതൊക്കെ തിരിച്ചു കൊടുത്തിട്ട് അവര് പോയി അത് കഴിക്കും. പാപം ചെയ്താ നമ്മൾ ഈ അവസ്ഥയിൽ എത്തിയത്. എന്നിട്ടും ഇത് തീരുന്നേയില്ല. പ്രഭുപാദർ പറഞ്ഞു, സാധു മൃഗങ്ങളെ കൊന്നു കഴിച്ചോണ്ടിരിക്കുന്ന കാലം വരെയും ഭൂമിയിൽ ഇതുപോലെ ദുരന്തങ്ങൾ ഓരോ രൂപത്തിൽ വന്നോണ്ടിരിക്കും. ഇതല്ലെങ്കിൽ പിന്നെ ഒരു ട്രെയിൻ ഇടിച്ചു 100 പേര് മരിച്ചു, അല്ലെങ്കിൽ ഒരു കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി 100 പേര് മരിച്ചു. എന്തെങ്കിലും ഒന്ന് മാറി 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 വന്നുകൊണ്ടിരിക്കും. അതിന്റെ എണ്ണം ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ നാമം ജപിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിനും കൂടെ ചേർത്താണ് നമ്മൾ നാമം ജപിക്കുന്നത്. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖ